ഞാൻ കാണുന്നത് മുഹമ്മദ് നബീനെക്കാട്ടും കഴിവുള്ള ആള്. കാരണം വെച്ചാൽ ഏത് രീതിയിൽ ഇങ്ങനെ ജനങ്ങളെ സംഘടിപ്പിക്കാറ്, ഏത് ജനങ്ങളെ എന്താ പറയാ കുടുക്കാണ് ശരിക്കും. അതാണ് ഇവിടെ അതാണ് ഇവിടെ സംഭവിച്ചോളൂ ചേരാ. മുഴുവൻ കൈയടിക്കുന്ന ആളുകളെ ഇയാള് കുടുക്കി വെച്ചിരിക്കുക ശരിക്കും. അത് അതുകൊണ്ടാണ് ഇയാള് ആന്തരിക അർത്ഥത്തിലേക്ക് പോകുന്നത്. ആന്തരികത ഇയാൾക്കറിയാം. ഇതിന് വരികൾക്കിടയിലൂടെ പോകാൻ ഇയാൾക്ക് മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വളരെ ചുരുക്കം പേരെ ഇപ്പൊ വരികൾക്കിടയിലൂടെ പോകാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവും. അതിൽ ആരാണ്? അതില് അയ്യൂബ് ഭയങ്കരനാണ്. കാരണം വെച്ചാല് അയാൾക്ക് അറബി അത്രയും കൃത്യമായിട്ട് അറിയാം അയാൾക്ക്. അപ്പൊ അതിന്റെ വരികളുടെ ഇടയിലൂടെ പോകാൻ പറ്റാത്ത ആളുകളൊക്കെ എന്താണ്? അവരൊക്കെ ഒന്നും മനസ്സിലാത്ത ആളുകളാണ്. അതാണ് ആൾ സ്ഥാപിച്ചെടുക്കുന്നത്. അപ്പൊ അയാൾ എന്താണ്? ആരാധനക്ക് അർഹനാകുകയാണ്. ശരിക്കും നബീന്റെ അതേ സിസ്റ്റമാണ് അയാൾ ചെയ്യുന്നത്. അയാൾ ആരാധനയ്ക്ക് അർഹനായി തീർക്കപ്പെടുകയാണ് ആൾ ചെയ്യുന്നത്. അതിനുള്ള അയാൾ വിജയിച്ചു ശരിക്കും. എനിക്ക് ഈ സംവാദം ശരിക്കും സങ്കടം ഉണ്ടാക്കി. കാരണം എന്താ അറിയോ? ഈ വിഷയത്തെ സംവാദം വേണ്ടായിരുന്നു, വേറെ വിഷയം അങ്ങനെ വേണ്ടി. അതാണ് അയാൾ വേറെ വിഷയങ്ങളിൽ നിന്ന് വൈതി പോകുന്നത്. മറ്റു വിഷയങ്ങൾ എടുക്കാൻ അയാൾ അനുവദിക്കുന്നില്ലല്ലോ. ഈ വിഷയം വരട്ടെ എന്ന് അറിയുന്നത്. താങ്ക് യു. രഷീദ് കുറച്ചു നേരം കൊണ്ട് ഞങ്ങളെ ചിരിപ്പിച്ചിട്ട്. അല്ലല്ല, എനിക്ക് അത് പിന്നെ റഷീദ് പറഞ്ഞതിൽ കാര്യമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകത്തുണ്ടോ? റഷീദ് പറഞ്ഞ കാര്യമാണ്. അതായത് വരികൾക്കിടയിൽ വായിക്കുക. അത് ഇദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്. ഈ ഖുർആൻ വായിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വരികൾക്കിടയിൽ വായിക്കണം. ഈ വരികൾക്കിടയിൽ വായിക്കാൻ, അറബിയിൽ വരികൾക്കിടയിൽ വായിക്കാൻ അയ്യൂബ് സമർത്ഥനാണ് എന്ന് പറഞ്ഞ റഷീദ് ശരിയാണ്. അറബിയിൽ വരികൾക്കിടയിൽ വായിക്കാൻ അദ്ദേഹത്തിന് സാമർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ബിയുടെ ഒക്കെ അർത്ഥം പറഞ്ഞത്. ബി, ഫി, അങ്ങനെയൊക്കെ അർത്ഥം. പക്ഷെ അദ്ദേഹത്തിന് പറ്റിപ്പോയെന്നാ അറിയോ? ഇദ്ദേഹം വരികൾക്കിടയിൽ വായിച്ചപ്പം ബി ഒരു വാക്കിന് അറബിയിൽ അർത്ഥമുണ്ടെന്ന് പറഞ്ഞപ്പം ഹീബ്രുവിൽ ഒരു വാക്കിന് അർത്ഥമുണ്ട്. എന്തിനേറെ പറയുന്നത്? ഹിന്ദിയിൽ വരെ ഉണ്ട്, ഒരു വാക്കിന് അർത്ഥമുണ്ട്. ഹേ, ഹേ എന്നൊരു വാക്കിന് എന്താ അർത്ഥം? ആകുന്നു എന്നാണ്. ഇല്ലേ? ഒരു അർത്ഥം വരുന്നില്ലേ? ഹേ എന്ന ഒരൊറ്റ വാക്കാണ്, ഒരൊറ്റ അക്ഷരമാണ്. അത് വാക്കല്ല, അക്ഷരം. ഹേ എന്ന ഒരു അക്ഷരത്തിന് ആകുന്നു എന്ന അർത്ഥം വരുന്നുണ്ട് ഹിന്ദിയിൽ, ഇല്ലേ? ഹീബ്രുവില് പോലെ അക്ഷരത്തിന് അർത്ഥമുണ്ട്, അക്ഷരം. ഞാൻ കാരണം ഹീബ്രുവിന്റെ ആൾക്കാരുടെ ഈ ഹീബ്രു പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഓരോ വാക്കെടുത്ത് ഈ വാക്കിന് അവിടെ അർത്ഥമുണ്ട്. വാക്കെന്ന അക്ഷരം, അക്ഷരം കേട്ടോ, വാക്കല്ല, അക്ഷരം. ഇദ്ദേഹം അറബിയിൽ മാത്രമാണ് എന്ന് ബി എന്ന ഫി എന്ന അക്ഷരം. അത് ശരിയാണ്. പിന്നെ ഫി എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇങ്ങനെയൊക്കെ അറബിയിൽ അർത്ഥമുണ്ട്, ശരിയാണ്. പക്ഷെ അതേപോലെ തന്നെ ഹിന്ദിയിലുണ്ട്. ഹേ എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നാണ്. മനസ്സിലായോ? അപ്പൊ അയ്യൂബ് ഓർത്ത് ഇത് അറബിയിൽ മാത്രമേ ഉള്ളൂ. കാരണം എന്താ? അയ്യൂബ് അറബി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അയ്യൂബിന് അറബിയിൽ മാത്രമേ ഉള്ളൂ സാമർത്ഥ്യമുള്ളൂ. ഒരു ഹീബ്രുവിൽ സാമർത്ഥ്യമില്ല, അല്ലെങ്കിൽ സംസ്കൃതം അറിയില്ല, അല്ലെങ്കിൽ ഹിന്ദിയിൽ അറിയില്ല, അല്ലെങ്കിൽ ഉറുദു അറിയില്ല. മനസ്സിലായോ? ഈ ഹിന്ദിയോ പിന്നെ ഹീബ്രുവും ഹിന്ദിയും കൂടെ അയ്യൂബിന് അറിയാമായിരുന്നുവെങ്കിൽ അയ്യൂബ് ആ വിഡിത്തോടെ പറയുകയല്ല. മനസ്സിലായോ? ഒരു വാക്കിൽ അർത്ഥമുള്ള വാക്കാണ് അറബി എന്ന് പറഞ്ഞാൽ അറബിയെ പൊക്കാൻ ശ്രമിക്കുകയല്ലായിരുന്നു. അവിടെ അയ്യൂബ് പരാജയപ്പെട്ടു. അത് ജബ്ബാർ മാഷിന് പിടുത്തം കിട്ടി. അതുകൊണ്ടാണ് ജബ്ബാർ മാഷ് അതിനെ മൊത്തം ഉള്ളടക്കം പറഞ്ഞത്. മൊത്തം ഉള്ളടക്കം. അതായത് നമുക്കിത് ഒരു ഭാഷ പഠിക്കണമെങ്കിൽ ഈ ദൈവം ഒരു സർവജ്ഞനായിരുന്നു എങ്കിൽ ഈ ലോകത്തിലെ ഉള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന രീതി ഉള്ള ഒരു ഭാഷയിൽ ഈ ഖുർആനെ ഇറക്കിയാനെ. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ഭാഷയിൽ ഖുർആൻ ഇറക്കിയാനെ. ആദത്തിന് എല്ലാ ഭാഷകളും ഞാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞ ദൈവത്തിന് എന്തേ ലോകത്തുള്ള എല്ലാ ഭാഷയിലും ഖുർആൻ ഇറക്കാൻ സാധിക്കാതെ പോയി എന്നാണ് ജബ്ബാർ മാഷ് ക്ലിയർ ആയിട്ട് എവിഡൻസ് വെച്ച് ചോദിച്ചത്. ശരിയാണ്, ഖുർആനിൽ പറയുന്നുണ്ട് ആദൻ നബിക്ക് ലോകത്തുള്ള എല്ലാ ഭാഷകളും ഞാൻ പഠിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. മനസ്സിലായി? എല്ലാ ജീവജാലങ്ങളുടെയും പേരുകൾ പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഈ ആദം നബിയുടെ മക്കൾ, ഇബ്നു ആദം എന്നാണ് ഖുർആൻ മനുഷ്യരെ സംബോധന ചെയ്യുന്നത്. ഇബ്നു ആദം, അതായത് ആദമിന്റെ മക്കളെ എന്ന്. അപ്പൊ ഈ ആദത്തിന്റെ മക്കൾക്കും ലോകത്തുള്ള ചൈനയിലുള്ളവനും ആഫ്രിക്കയിലുള്ളവനും കേരളത്തിലുള്ളവനും അമേരിക്കയിലുള്ളവനും ഗൾഫിലുള്ളവനും എല്ലാവർക്കും ഒരേ ഭാഷയിൽ പഠിക്കാവുന്ന രീതിയിൽ ഒരു കാറ്റലോഗായിരുന്നു സർവശക്തനായിരുന്നു എങ്കിൽ അള്ളാഹു ഇറക്കേണ്ടത് എന്നാണ് ജബ്ബാർ മാഷ് അതിന് ബദലായിട്ട് യോജിക്കുന്നത്. മനസ്സിലായി? അവിടെയാണ് അയ്യൂബ് പതറിയത്. ഇപ്പൊ റഷീദ് പറഞ്ഞത് കറക്റ്റാണ്. വരികൾക്കിടയിൽ വായിച്ചു അയ്യൂബ്. പക്ഷെ വരികൾക്കിടയിൽ അതിന്റെ വിവർത്തനത്തിന്റെ വരികൾക്കിടയിലൂടെ ജബ്ബാർ മാഷും കടന്നുപോയി. വിവർത്തനം, അതായത് ആ ഖുർആന്റെ വിവർത്തനത്തിന്റെ വരികൾക്കിടയിലൂടെ ജബ്ബാർ മാഷും വായിച്ചു. അപ്പൊ ജബ്ബാർ മാഷിന് പിടുത്തം കിട്ടി. അതല്ലേ ജബ്ബാർ മാഷ് വരികൾക്കിടയിലൂടെ വായിച്ചതിന്റെ അല്ലേ അദ്ദേഹം ബിലാലിനെ എന്തുകൊണ്ടാണ് ഖുറൈശികൾ തല്ലിയത് എന്ന് പറഞ്ഞു കൊടുത്തത്? ശരിയാണ്, ബിലാലിനെ തല്ലിയ കാര്യം പറയും. ഇവിടുത്തെ എല്ലാ ഇസ്ലാമിസ്റ്റുകളും പറയും ബിലാലിനെ തല്ലിയത് എന്തിനാണ്? ഖുറൈശികൾ തല്ലി എന്ന് പറയും. തല്ലാനുള്ള കാരണം പറയുകയല്ല. തല്ലാനുള്ള കാരണം എന്താ? അവയുടെ മുകളിലുള്ള വിഗ്രഹങ്ങളിൽ പോയി തൂറി വെച്ചു. അബൂബക്കർ പറഞ്ഞു തൂറിപ്പിക്കുക പോയി. തൂറിച്ചതിനാണ് കൊണ്ടുപോയി അടി കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത് വരികൾക്കിടയിൽ വായിച്ചാലേ നമുക്ക് പിടുത്തം കിട്ടുള്ളൂ. നമ്മൾ ഏത് പുസ്തകവും വരികൾക്കിടയിൽ വായിച്ചാലേ അതിന്റെ ആന്തരികാർത്ഥം ക്ലിയർ ആയിട്ടുള്ള 100% നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാനും വരികൾക്കിടയിൽ വായിക്കുന്ന ഒരാളാണ്. ഓക്കെ, റഷീദ് പറഞ്ഞ കറക്റ്റ് ആണ്.